LDF കൺവീനർ പറഞ്ഞത് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നുള്ളതാണ്. UDF ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എപ്പോഴാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക? ഞങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്ത് ചില തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നിർത്തേണ്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പൊതു ധാരണ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നു എങ്കിൽ ആ പ്രഖ്യാപനത്തിന് ശേഷം ഉടൻ തന്നെ ഇന്ന് തന്നെ എന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയും, അതായത് ഈ UDF-മായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കൂടി അത് കൂടി ഒരു അപ്രൂവൽ ഒക്കെ വരേണ്ടതായിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. കാലതാമസം ഉണ്ടാവില്ല. സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണോ അതോ സീറ്റുകളിൽ ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇനിയും ബാക്കിയുള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഒരു സാങ്കേതികത്വം അക്കാര്യത്തിലില്ല. ഞങ്ങൾ കാലേ കൂട്ടി തന്നെ ഓരോ ഇടങ്ങളുടെ കുറിച്ചും ഞങ്ങൾ ആലോചന നടത്തിയിട്ടുണ്ട്. ആലോചന നടത്തി അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അപ്രൂവലാണ് ഏറ്റവും അവസാനമായി ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. അവർക്ക് തന്നെ ഇവിടെ തീരുമാനിക്കാം, അവർക്ക് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഉള്ള പ്രധാനപ്പെട്ട വിഷയം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അപ്രൂവൽ ആണ് ഏറ്റവും അന്തിമമായി ഉണ്ടാകാനുള്ളത്. ആ അന്തിമമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സീറ്റിനെ സംബന്ധിച്ച് ഇന്ന ആളുകൾ ഇന്ന സ്ഥലത്ത് മത്സരിക്കും എന്ന് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു കാര്യം, അടൂർ പ്രകാശ്, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം ആദ്യം തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി UDF ഒരു മേൽക്കൈ നേടിയിരുന്നു പ്രചരണ രംഗത്ത്. അത്തരം ഒരു മേൽക്കൈ നേടാൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുകയല്ലേ നല്ലത്? അപ്പോൾ എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയല്ലേ വേണ്ടത്? അല്ല, ഇപ്പൊ തന്നെ കാലതാമസം ഉണ്ടായി എന്ന് നിങ്ങളെ പോലെയുള്ള ആളുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രഖ്യാപനം വന്നില്ലല്ലോ. പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. ആ തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് UDF-നെ സംബന്ധിച്ച് വരാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം സജ്ജമാണ്? പ്രചരണ രംഗത്തടക്കം ഒരു മേൽക്കൈ നേടുക എന്നുള്ളത് ഈ ഒരു സമയത്ത് അത്യാവശ്യമല്ല. അപ്പോൾ എത്രമാത്രം സജ്ജമാണ്? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? തീർച്ചയായിട്ടും UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ താഴെത്തട്ടിൽ മുതൽ ഉള്ള ഒരുക്കങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഇക്കാര്യത്തിൽ ഇല്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങളൊരു ടീം UDF എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നതാണ്. ശരി. UDF കൺവീനർ അടൂർ പ്രകാശാണ് ഈ സമയത്ത് പ്രതികരിച്ചത്.